MS ടേസ്റ്റ് ടച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല അടിപൊളി മസാലയിൽ ഒരു ബീഫ് വരട്ടിയതാണ് ഉണ്ടാക്കുന്നത്. ഇത് ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. ആദ്യം നമുക്കിതിൻ്റെ മസാല തയ്യാറാക്കാം. ഇതിനായി പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലി, 5 വറ്റൽമുളക്, 5 കാശ്മീരി മുളക്, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 1 ടീസ്പൂൺ കുരുമുളക്, 6 ഗ്രാമ്പു, 5 ഏലക്ക, 3 പീസ് പട്ട, ഇത്രയും സ്പൈസസ് ഇട്ടൊന്ന് വറുത്തെടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് വേണം വറുക്കാൻ. ഇപ്പോൾ മസാലയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇത് ആറിയതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇതിലേക്ക് ഒരു ഉണക്ക നാരങ്ങയുടെ പകുതി കൂടി ചേർത്ത് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഈ ജാറിലേക്ക് 300 ഗ്രാം ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. ഇനി 15 വെളുത്തുള്ളിയും 1.5 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി മുറിച്ചതും 2 ചെറിയ തക്കാളിയും ചേർക്കാം. വലുതാണെങ്കിൽ ഒരു തക്കാളി ചേർത്താൽ മതി. ഇനി നമ്മൾ പൊടിച്ചെടുത്ത മസാലയും 1/2 കപ്പ് മല്ലിയിലയും 1/4 കപ്പ് പുതിനയിലയും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കാതെ തന്നെ അരച്ചെടുക്കണം. ഇതിനായി ഞാൻ 1 കിലോ ബീഫ് നന്നായി കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ അരച്ചെടുത്ത മസാല ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം. മഞ്ഞൾപ്പൊടി മസാല പൊടിക്കുന്ന സമയത്ത് അതിലേക്ക് ചേർത്ത് പൊടിച്ചെടുത്താലും മതി. 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കിത് വേവിച്ചെടുക്കാം. മിനിറ്റോളം ഇത് വേവിക്കണം. ഫസ്റ്റ് വിസിൽ കഴിഞ്ഞ് മീഡിയം ഫ്ലെയിമിൽ 20 മിനിറ്റ് വേവിച്ചാൽ മതി. ഇപ്പോൾ ഈ ബീഫ് വെന്തിട്ടുണ്ട്. ഒരു 90% വെന്തിട്ടുണ്ട്. ഇനി ഈ പാനിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് നന്നായി വരട്ടി ഇതിൻ്റെ വെള്ളം വറ്റിച്ചെടുക്കണം. ഇപ്പോൾ ഇതിലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്നുകൂടി നന്നായിട്ട് വരട്ടിയെടുക്കാം. ഈ സമയത്ത് ഇത് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. നമ്മുടെ ബീഫ് വരട്ടിയത് ഇപ്പോൾ തയ്യാറായി കഴിഞ്ഞു. അല്പം മല്ലിയില കൂടിയിട്ട് ഫ്ലെയിം ഓഫാക്കാം. നല്ല ടേസ്റ്റിയായ ബീഫ് വരട്ടിയതാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് തീർച്ചയായും ഇത് ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.